ഈ സമയത്ത് ഇവിടെ വിസിറ്റേഴ്സ് അലോഡ് അല്ലല്ലോ, പ്രത്യേകിച്ചും പുരുഷന്മാര്. ഫോൺ വിളിച്ച് വന്നേ പറ്റൂന്ന് പാറു പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ പാറു? പ്രശ്നമൊന്നുമില്ല. പിന്നെന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഇത് പ്രിയൻചേട്ടനെ ഏൽപ്പിക്കാൻ. എന്താ ഇതില്? ഗന്ധർവൻ എനിക്ക് അയച്ചെന്ന സമ്മാനങ്ങളും എഴുത്തുകളും. ഇതൊക്കെ എന്തിനാ എനിക്ക് തരുന്നേ? ഗന്ധർവൻ കാരണം എല്ലാവരുടെയും കണ്ണില് ഞാൻ മോശക്കാരിയായി. ഗന്ധർവൻ അയാളുടെ പേരും വിലാസവും വെക്കാതെ ഇതൊക്കെ അയച്ചു തന്നതുകൊണ്ട് എനിക്ക് മാത്രല്ല, മീരയ്ക്കും ജെനിഫറിനും ആയിഷയ്ക്കും ഒക്കെ മാഡത്തിൻ്റെ ഇന്ന് വഴക്ക് കേൾക്കേണ്ടി വന്നു. ഇതെന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും എന്നോട് വെറുപ്പായിരിക്കും. കുടുംബത്തിലെ കടങ്ങളെ വീട്ടാനും ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുക്കാനും വഴി ആലോചിച്ച ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷെ എന്റെ മനസ്സ് ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോവാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഗന്ധർവനെ കുറിച്ചുള്ള ഓർമ്മകളും തൽക്കാലം എനിക്കെന്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണം. എന്റെ ലക്ഷ്യത്തിൽ മാത്രം മനസ്സർപ്പിക്കണം. ഇതെന്റെ കൺമുന്നിലുണ്ടെങ്കിൽ ഗന്ധർവനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വീണ്ടും എന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട ആളല്ലേ. കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ച ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. ആരെയാ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാന്ന് ആലോചിച്ചപ്പോ പ്രിയൻചേട്ടനെ ഓർമ്മ വന്നത്. പ്രിയൻചേട്ടനാവുമ്പോ ഇത് ഭദ്രായി സൂക്ഷിച്ചു വെക്കുന്ന എനിക്കറിയാം. കാരണം ഗന്ധർവന്റെ സമ്മാനങ്ങൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാന്ന് പ്രിയൻചേട്ടൻ അറിയാലോ. അതുകൊണ്ടാ ഞാൻ പ്രിയൻചേട്ടനോട് ഇപ്പൊ തന്നെ ഇവിടെ വരാൻ പറഞ്ഞത്. ഗന്ധർവൻ ചതിയനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഒക്കെ പലരും നിന്നോട് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ നിനക്ക് ഈ സമ്മാനങ്ങളൊക്കെ അയച്ചു തന്ന ഗന്ധർവൻ ചതിയനും തട്ടിപ്പുകാരനുമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ പാറു? അതുകൊണ്ടാണോ നീ ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ മടിക്കുന്നത്? ഉപേക്ഷിക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണെന്ന് നീ എന്നോട് കള്ളം പറയുകയാണോ? അല്ല പ്രിയൻചേട്ടാ, ഗന്ധർവൻ ചതിയനാണെന്നും തട്ടിപ്പുകാരനാണെന്നും എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഗന്ധർവനെ എല്ലാരും കുറ്റം പറയുന്നത്. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഗന്ധർവനോട് എനിക്കെപ്പോഴും സ്നേഹം തന്നെയാ, വിശ്വാസം തന്നെയാ. ഗന്ധർവൻ എനിക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ മറന്നോ? ഞാൻ അയാളെ തള്ളിപ്പറഞ്ഞ ഞാൻ നന്ദിയില്ലാത്തവളായി പോവും. ഗന്ധർവന്റെ പേര് പറഞ്ഞ് ആരും എന്നെ ചതിക്കാൻ നോക്കി. അതെങ്ങനെ ഗന്ധർവന്റെ കുറ്റാവുന്ന? പക്ഷെ എന്റെ മനസ്സിൽ വലിയൊരു സങ്കടമുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും ഗന്ധർവൻ എന്റെ മുന്നിൽ വന്നില്ലല്ലോ.